താമരശ്ശേരി ചുരത്തില് ചെറിയൊരു പ്രശ്നമുണ്ട് എന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗതാഗത തടസ്സമുണ്ടായത് 4-ാം വളവ് മുതൽ ലക്കിടി വരെയും അടിവാരം ഭാഗത്തേക്കുമാണ് വാഹന നിര ഇങ്ങനെ നീണ്ടു കിടക്കുന്നത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടിയാണിത്. അഞ്ജന സുകുമാരൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അഞ്ജന, രാവിലെ ഷഹീദ് പറഞ്ഞപ്പോഴത്തേക്കും നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇതിപ്പോൾ ഈ പ്രതിസന്ധി മാറ്റാനുള്ള നടപടികൾ ആയിട്ടുണ്ടോ? എന്താണ് അവിടെ നിന്നും അറിയുന്നത്? യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. തീർച്ചയായും പൂജ, വലിയ ബുദ്ധിമുട്ടിലാണ് ഏതായാലും യാത്രക്കാർ നിലവിലുള്ളത്. ഇന്ന് പുലർച്ചെയാണ് ഒരു 4 മണിയോട് കൂടിയാണ് താമരശ്ശേരി ചുരത്തിൽ 7-ാം വളവിനോട് ചേർന്ന ഒരു ലോറി തകരാറിനെ തുടർന്ന് അവിടെ കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. ഇതോടെയാണ് അവിടെ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നത്. ഏതായാലും മെക്കാനിക് എത്തി ലോറിയുടെ ഈ ഒരു പ്രശ്നം, സാങ്കേതിക തകരാറൊക്കെ പരിഹരിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ എത്തിയെങ്കിലും അത് നടപടിയായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ തന്നെ അവിടെ ഒരു 7 മണിയോട് കൂടെ തന്നെ മെക്കാനിക് എത്തിച്ചേരുകയും ഈ ലോറി നന്നാക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അത് പൂർത്തിയായിട്ടില്ല. പിന്നീട് അവിടെ നിന്ന് മെക്കാനിക്ക് പോയി മറ്റൊരു ടീമിനെ അങ്ങോട്ടേക്ക് എത്തിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഏതായാലും നിലവിൽ ചുരത്തിൽ വലിയ ഗതാഗത തടസ്സമുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഈ ലക്കിടി മുതൽ വലിയ ഗതാഗത തടസ്സം ഉണ്ടായിട്ടുണ്ട്. വയനാട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളൊക്കെ വലിയ നിരയായി അവിടെ കിടക്കുകയാണ്. അതുപോലെ അടിവാരത്തേക്കും വാഹനങ്ങൾക്ക് ഇറങ്ങി പോകാൻ സാധിക്കുന്നില്ല. ഇതിനിടയിൽ 4-ാം വളവിനോട് ചേർന്ന ഒരു KSRTC കർണാടക RTC ബസ് അത് പുറകിലേക്ക് എടുക്കുന്നതിനിടെ ഒരു കാറിൽ ഇടിക്കുകയും ചെറിയൊരു അപകടം ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഈ പുലർച്ചെ 4 മണിയോട് കൂടെ തുടങ്ങിയ ഒരു ഗതാഗത തടസ്സം അതങ്ങനെ തുടർന്ന് പോവുക തന്നെയാണ്. ഏതായാലും മെക്കാനിക്ക് എത്തി, അടുത്ത ടീം സംഘം അവിടേക്ക് എത്തി. വൈകാതെ തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാകും. ലോറി അതിൻ്റെ സാങ്കേതിക തടസ്സം മാറ്റി അവിടെ നിന്ന് ഗതാഗതം പുനഃസ്ഥാപിക്കുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്.